ഇത് ഭഗവാൻ സത്യസായി ബാബ ഇപ്പോൾ പിന്നെ ഉപയോഗിക്കുന്ന ശരീരം നന്ദികേശ്വരനാണ് ഈ സുവर्ण ആനന്ദഗുരു എന്നാണ് അറിയുന്നത്. പിന്നെ ഭഗവാനാണ് ഇപ്പോൾ ഈ ശരീരം ഉപയോഗിക്കുന്നത്. അപ്പം ഇപ്പോൾ സ്വാമി പിന്നെ പലയിടത്ത് US വിസിറ്റൊക്കെ ഡിവോട്ടീസ് ക്ഷണിച്ചിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ട് തിരിച്ചെത്തിയതേ ഉള്ളൂ. ഇന്നലെയും കുണ്ടാങ്കുഴി എന്ന് പറഞ്ഞ കാസർഗോഡ് അവിടെ ആയിരുന്നു ഓണാഘോഷമെല്ലാം. അത് കഴിഞ്ഞ് ഇന്ന് ഭഗവാന് നമ്മൾ ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ. ആ നാഗപ്രതിഷ്ഠ നമ്മൾ രാമേശ്വരത്തു നിന്ന് കൊണ്ടുവന്നതിന് ശേഷം 3 അമ്മമാർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് വന്നത്. അപ്പോൾ അതിൽ ഒരമ്മ സന്ധ്യാമ്മ തികഞ്ഞ ഒരു സായിബാബ ഡിവോട്ടിയാണ്. അപ്പം നമ്മുടെ ഈ രാമേശ്വരത്തു നിന്ന് കൊണ്ടുവന്ന വിഗ്രഹത്തെ കാണാനും ശിവലിംഗം നമ്മൾ കാശിയിൽ നിന്ന് കൊണ്ടുവന്ന ശിവലിംഗത്തിൻ്റെ അനുഗ്രഹം മേടിക്കാനുമാണ് ആ അമ്മമാർ നമ്മുടെ വീട്ടിൽ വന്നത്. ഒരു വളരെ തികഞ്ഞ സാത്വികയായ ഒരു അമ്മയാണ്. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ അമ്മ വന്നപ്പോൾ അമ്മയുടെ കയ്യിൽ കമുകിൻ പൂക്കളാണ്. നാഗങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കമുകിൻ പൂക്കൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അമ്പലങ്ങളിൽ മാത്രമേ അത് കിടാതെ ഈ അമ്മ കൊണ്ടുവന്ന് ആ നാഗത്തിൻ്റെ തലയിൽ ചാർത്തിയപ്പോൾ സത്യത്തിൽ എൻ്റെ ഓറയെല്ലാം ഭയങ്കരമായി വൈബ്രേറ്റ് ചെയ്തു. അതിനുശേഷം ആ അമ്മയുടെ പേഴ്സ് തുറന്നു. ഒരു വെള്ളിയിൽ സ്ഫടികം കൊണ്ട് തീർത്ത ഒരു കൈച്ചെയിൻ പോലത്തെ ഒരു ചെറിയൊരു മാല പോലത്തെ ഒരു ആഭരണം കൊണ്ടുവന്ന് നമുക്ക് കാശിയിൽ നിന്നും കിട്ടിയ ആ ശിവലിംഗത്തിൽ ചാർത്തുകയും അതിൽ 2 ലോക്കറ്റുകൾ ഉള്ളതായിട്ട് അമ്മ പറയുന്നുണ്ട്. 2 ദേവിമാരാണ്, നാഗത്തിൻ്റെ ഉപദേവതകളാണ് ദേവിമാർ എന്നും അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അത് ആ അമ്മ ആ വിഗ്രഹത്തിൽ ചാർത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ആ 2 ദേവിയുടെ ലോക്കറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ആ അമ്മ അവിടെ വന്നത് ഓണക്കോടിയുമായിട്ടാണ് വന്നത്. അപ്പം അമ്മമ്മയുടെ ബാഗ് തുറന്ന് എനിക്കത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. എനിക്ക് ഈ ഓണത്തിനൊരു പക്ഷേ ഒരു മുണ്ടും ഷർട്ടും കിട്ടുന്ന ആദ്യമായിട്ടാണ്. അമ്മ ഒരു മുണ്ടും ഷർട്ടും എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ശമ്പാലയുടെ കല്ലിടൽ ചടങ്ങിന് ഇത് ധരിക്കണമെന്ന് പറഞ്ഞാണ് അമ്മ എന്നോട് എനിക്ക് തന്നത്. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയും മുണ്ട് ഞാൻ ധരിക്കാം, ബ്ലാക്ക് കളർ ഷർട്ട് മാത്രമേ ഞാനിപ്പം ധരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, ധരിക്കണമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല. ഓക്കെ. അതിനുശേഷം അമ്മ യോഗീശ്വരന് നൽകാനായിട്ടുള്ള യോഗീശ്വരൻ്റെ ഓണക്കോടിയും അമ്മ എനിക്ക് തന്നു. അതും നമ്മൾ അമ്മയ്ക്ക് അവിടെ സമർപ്പിച്ച് യോഗീശ്വരൻ്റെ ഓണക്കോടി. അതിനുശേഷം പിച്ചിപ്പൂ മാല കൊണ്ടുവന്നത് നാഗർദൈവങ്ങൾക്കും ശിവലിംഗത്തിനുമായി അമ്മ ചാർത്തുകയാണ്. ആ ചാരങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം അമ്മ വളരെ ഭദ്രമായി, വളരെ സന്തോഷമായി, വളരെ ഭംഗിയായതിൽ ചാർത്തുന്ന രംഗങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. അതെല്ലാം അവിടെ ചാർത്തിയതിന് ശേഷം അമ്മയുടെ പേര് സന്ധ്യ എന്നാണ് കേട്ടോ. സന്ധ്യാമ്മയുടെ അമ്മയും പിന്നെ ഒരു ഫ്രണ്ട് കവിത എന്ന് പറയുന്ന 3 പേരും കൂടിയാണ് അവിടെ വന്നിരുന്നത്. അതിനുശേഷം രഞ്ജിതയുടെ അടുത്ത് പറഞ്ഞു, രഞ്ജിതയുടെ അമ്മയ്ക്കും അച്ഛനും യോഗീശ്വരൻ പറഞ്ഞിട്ട് ഒരു ഓണക്കോടി കൊടുത്തിട്ട് പറഞ്ഞു അമ്മയ്ക്കും അച്ഛനും കൊടുക്കണമെന്ന് പറഞ്ഞു. യോഗീശ്വരനുള്ള അമ്മ കൊണ്ടുവന്ന ഷർട്ടാണ് അവിടെ കാണുന്നത്. പിന്നെ ഹനുമാൻ ചാലീസ തന്നു. അതിനുശേഷം അമ്മയുടെ ഇത് യോഗീശ്വരനുള്ള മുണ്ടാണ്. മുണ്ടും യോഗീശ്വരനുള്ള ഓണക്കോടി, ഇതായത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് ഓണക്കോടി. ഇതായത് ഒരു ചിത്രശലഭത്തിൻ്റെ ഒരു വളരെ മനോഹരമായ ഒരു ഓണക്കോടിയാണ് ആ അമ്മ യോഗീശ്വരന് വേണ്ടി കൊണ്ടുവന്നത്. കൂടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു യോഗീശ്വരൻ. അതിനുശേഷം അമ്മ അവിടെ ഇരുന്നു കൊണ്ട് ആ ഒരു ഗുരുജിയെ പറ്റി, ആ ഫോട്ടോയിൽ കാണുന്ന ആ ഒരു സായി ഗുരുജി, സായിബാബ ഇപ്പം ദർശിക്കുന്നത് ആ ഗുരുജിയുടെ ശരീരത്തിലാണെന്നും അദ്ദേഹത്തെ നമ്മുടെ കല്ലിടൽ ചടങ്ങിന് ക്ഷണിക്കണമെന്നും പറയാനാണ് അമ്മ അവിടെ വന്നത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മളവിടെ പോയി ക്ഷണിക്കാമെന്ന് പറഞ്ഞു. അവൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ കരിയം എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായി മരുത്തുവാമല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തിങ്കളാഴ്ച വരുമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച ഞാൻ പോയി അദ്ദേഹത്തെ ക്ഷണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അമ്മയെ അവിടെ കൊണ്ടുവന്നത് ഈ മഹത്തായ ഒരു കർമ്മത്തിൽ ആനന്ദ ഗുരുവിനെ പോലെ ഒരു വ്യക്തി വന്ന് കല്ലിടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരിക്കും. ഞാൻ ഈശ്വരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അച്ഛനും അദ്ദേഹവും കൂടെ കല്ലിടാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചൊവ്വാഴ്ച പോയി അദ്ദേഹത്തിനെ സ്വീകരിക്കും. അദ്ദേഹവും നമ്മുടെ ആ മഹത്തായ 10-ാം തീയതി നടക്കാൻ പോകുന്ന മഹത്തായ കർമ്മത്തിൽ, കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുക്കുമെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഓരോരോ കാര്യങ്ങൾ ശിവയോഗീശ്വരൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. ഈ ഇരിക്കുന്ന ഈ അമ്മ പുസ്തകം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി, മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പുസ്തകം യോഗീശ്വരൻ, ഈ അമ്മ എഴുതിയ പുസ്തകം യോഗീശ്വരന് സമർപ്പിക്കാനും കൂടെയാണ്
ഈ അമ്മ അവിടെ വന്നിരിക്കുന്നത്. ഈ അമ്മയുടെ പേര് ചന്ദ്രിക ശങ്കർ നാരായണൻ എന്നാണ്. ഈ അമ്മ ഒരു പ്രൊഫസറായിരുന്നു. അപ്പം ഈ സന്ധ്യാമ്മയുടെ അമ്മയാണത്. അദ്ദേഹം ആ അമ്മ എഴുതിയൊരു പുസ്തകവുമായി അവിടെ വന്നു. ആ പുസ്തകം ആ അമ്മ സന്ധ്യാമ്മ അവിടെ ആ യോഗീശ്വരൻ്റെ മുമ്പിൽ വെക്കുകയും, സന്ധ്യാമ്മയുടെ അച്ഛൻ കിടപ്പിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എഴുതിയ ഒരു കവിതാ സമാഹാരവും അവിടെ സമർപ്പിക്കുകയുണ്ടായി. അതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇത് ഭഗവാൻ സത്യസായി ബാബ ഇപ്പോൾ പിന്നെ ഉപയോഗിക്കുന്ന ശരീരം നന്ദികേശ്വരനാണ് ഈ സുവर्ण ആനന്ദഗുരു എന്നാണ് അറിയുന്നത്. പിന്നെ ഭഗവാനാണ് ഇപ്പോൾ ഈ ശരീരം ഉപയോഗിക്കുന്നത്. അപ്പം ഇപ്പോൾ സ്വാമി പിന്നെ പലയിടത്ത് US വിസിറ്റൊക്കെ ഡിവോട്ടീസ് ക്ഷണിച്ചിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ട് തിരിച്ചെത്തിയതേ ഉള്ളൂ. ഇന്നലെയും കുണ്ടാങ്കുഴി എന്ന് പറഞ്ഞ കാസർഗോഡ് അവിടെ ആയിരുന്നു ഓണാഘോഷമെല്ലാം. അത് കഴിഞ്ഞ് ഇന്ന് ഭഗവാന് നമ്മൾ ഞാൻ പറഞ്ഞ പുസ്തകം ഇതാണ്. ആ അമ്മ എഴുതിയ പുസ്തകമാണ് ചന്ദ്രിക അമ്മ. ഈ അമ്മയാണ് എഴുതിയത്. ഈ അമ്മ എഴുതിയ പുസ്തകവും ഈ സന്ധ്യാമ്മയുടെ അച്ഛൻ എഴുതിയ ആ ഒരു കവിതാ സമാഹാരവും അവർ മഹാനായ യോഗീശ്വരനെ സമർപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ആ അമ്മ അവിടെ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ പറയുകയും ആ അമ്മയുടെ അനുഭവങ്ങൾ ഒരുപാട് പറയുകയും, ആ അമ്മയ്ക്ക്, അതായത് നമ്മുടെ ചന്ദ്രിക അമ്മയ്ക്ക് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടെന്ന് പറയുകയും, എന്നോടൊന്ന് ബ്ലസ് ചെയ്യാൻ പറയുകയും, ഞാൻ ആ അമ്മയെ ആത്മാർത്ഥമായി ശിവയോഗീശ്വരൻ്റെ പവറോടുകൂടി ബ്ലസ് ചെയ്താണ് അവിടെ നിന്ന് വായിച്ചത്. എന്തായാലും ഈ അമ്മമാരിവിടെ വന്നത് വളരെ ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ബുക്ക് അവിടെ പ്രദർശനം ചെയ്യുകയും, ഇതാണ് ഗുരുപ്രസാദം എന്ന ബുക്കാണ് ആ അമ്മ എഴുതി അവിടെ പ്രകാശനം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കൂടാതെ നമുക്കുള്ള ഓണക്കോടിയും കാര്യങ്ങളും എല്ലാമായി അവിടെ എത്തിയപ്പോൾ അതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ നാഗരാജാവിൻ്റെ നമ്മളവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ആ നാഗത്തിൻ്റെ പവറാണ്. അദ്ദേഹം ഈ അമ്മയെടുത്ത് ആരും എങ്ങനെ പറഞ്ഞു ഒന്നും അറിയില്ല. ആ ഒരു കമുകിൻ്റെ ആ ഒരു പൂക്കളയുമായി അവിടെ വന്നപ്പോഴാണ് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആക്ച്വലി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ നാഗത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് പ്രകൃതി തന്നെ നമുക്ക് വഴിമാടിത്തരുന്ന ഒരവസ്ഥ അതെല്ലാവരും ആ വീഡിയോയിൽ കണ്ടതാണ്. ഞാൻ രാമേശ്വരത്ത് നിന്നും ആ നാഗവുമായി വന്ന ആ കഥകളെല്ലാം ഞാൻ ഈ അമ്മയോട് പറഞ്ഞു. ഈ അമ്മ അതെല്ലാം കേട്ടു വളരെ സന്തോഷമായിട്ട്, വളരെയധികം സന്തോഷമായിട്ട് അമ്മ പല കാര്യങ്ങളും അവിടെ നിന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. അതിനുശേഷം രഞ്ജിതയായിട്ട് ഒരുപാട് സമയം സംസാരിച്ചു. അമ്മ എന്നോടും രഞ്ജിതയോടും പറഞ്ഞു കറുപ്പ് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ആ കറുപ്പ് എനിക്ക് ആരാണോ തന്നെ അദ്ദേഹം പറയാതെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റും. അത് കഴിഞ്ഞ അമ്മ ആ ശമ്പാലയ്ക്ക് വേണ്ടി ഒരു സംഭാവന നമുക്ക് നൽകുകയുണ്ടായി. ഞാനത് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ സ്വീകരിച്ചു. കാരണം അവിടെ കൊണ്ടുവന്ന കേശായിട്ട് ഒരാളാദ്യമായിട്ടാണ് അങ്ങനെ സംഭാവന തരുന്നത്. ഞാൻ എമൗണ്ട് പോലും തുറന്നു നോക്കിയില്ല. ഞാൻ അങ്ങനെ തന്നെ ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ അടുത്ത് വെച്ചു. വളരെയധികം സന്തോഷം ഞാൻ അറിയിച്ചു. അതിനുശേഷം നമ്മൾ അവിടെ നിന്നും നേരെ താഴോട്ട് വന്നു. ഇതാണ് അന്ന് ആ നാഗം, നമ്മുടെ ആ ഒരു രാമേശ്വരത്ത് നിന്നും നാഗം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന രംഗമാണ്. അത് വീണ്ടും ഇടണമെന്ന മഹാനായ ശിവയോഗീശ്വരൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് ആ നാഗം അവിടെ എത്തിച്ചേർന്നതെന്ന് കുറച്ച് പേരെങ്കിലും അറിയണം. അപ്പോൾ ആ നാഗത്തിൻ്റെ ആ ഒരു പവർ സത്യത്തെ എനിക്ക് ഭയങ്കരമായി അത്ഭുതപ്പെടുത്തിയെന്ന് പതുക്കെ പറഞ്ഞാൽ പോരാ, വളരെയധികം ഞാനൊരു പോസിറ്റീവ്നെസ് എനിക്ക് തോന്നി. കാരണം അമ്മ ആ ഒരു കമുകൻ പൂക്കളയുമായി അവിടെ വന്നപ്പോഴാണ് എനിക്ക് സത്യത്തിൽ അതിൻ്റെ ഒരു വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തി. എന്തായാലും നല്ലത് വരട്ടെ. എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ആ നാഗത്തിൻ്റെ ചൈതന്യം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ മഹാനായ ശിവയോഗീശ്വരൻ്റെ ചൈതന്യം ഉണ്ടാവട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും എല്ലാം ഈ ഒരു അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സും എല്ലാം വന്നുകൊണ്ടിരിക്കട്ടെ. ഇപ്പോഴും ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഈ നാഗത്തിന് മാലകൾ ചാർത്തുന്നുണ്ട്. ആ ശിവലിംഗം കാശിയിൽ നിന്ന് കൊണ്ടുവന്ന് ശിവലിംഗത്തിന് ഗോളമാലകൾ കൊണ്ടുവന്ന് ചാർത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഇവരെല്ലാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ മാസം 10-ാം തീയതി ആ ശമ്പാലയുടെ കല്ലിടൽ ചടങ്ങാണ്, ബുധനാഴ്ച. അതിന് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ കല്ലറക്കാരേക്ക് കുറ്റിമുടി സ്കൂളിൻ്റെ ബാക്ക് വശത്താണ് നമ്മൾ ശമ്പാല പണിയുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഒരു കല്ലിടൽ ചടങ്ങ് വെച്ചിരിക്കുന്നത്. അവിടെയും എല്ലാവർക്കും വരാം. ഇത് അന്ന് എനിക്ക് നാഗത്തിനെ കിട്ടിയ ഇതാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് രാമേശ്വര കടലിൽ നിന്നും എനിക്ക് ലഭിച്ച ആ ഒരു വിഗ്രഹമാണ് ഞാൻ ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ അതിനെ അവിടെ നിന്നുമാണ് ഞാൻ ആ വിഗ്രഹം എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ മഹാനായ ശിവയോഗീശ്വരൻ താമസിച്ചിരുന്ന ആ ബെഡ്റൂമിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചൈതന്യം ഇപ്പോഴും അവിടെയുണ്ട്. ഈ ശമ്പാല കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ വിഗ്രഹം അവിടെ കൊണ്ടുവയ്ക്കാനാണ് അദ്ദേഹം മഹാനായ ശിവയോഗീശ്വരൻ പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ തന്നെ നമുക്ക് കാശിയിൽ നിന്നും ഗംഗയിൽ നിന്നും കിട്ടിയ ശിവലിംഗവും ഒരു സ്വർണ്ണപീഠം ഉണ്ടാക്കി അവിടെ വയ്ക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതി പോലും നമുക്ക് അനുകൂലമാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ആ വിഗ്രഹവുമായി വരുമ്പോൾ ആ പ്രകൃതി നമ്മളെ അനുഗ്രഹിക്കുന്നത്, ആ നാഗത്തിൻ്റെ വിഗ്രഹവുമായി വരുമ്പോൾ ആ പ്രകൃതിയുടെ അനുഗ്രഹങ്ങളാണ് നമ്മൾ, പ്രകൃതിയുടെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിതെല്ലാം കാണുന്നത്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം, വിളിക്കുക. ആ മഹാനായ ശിവയോഗീശ്വരൻ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ അവരുടെ കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയും. എന്ത് തന്നെ ആയാലും അദ്ദേഹം കണക്റ്റ് ആയാൽ മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാക്കളെ പറ്റിയോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോ എല്ലാം അധികം അതിനുള്ള സൊല്യൂഷൻ തരും. അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ 1 രൂപ പോലും പ്രതിഫലം പറ്റിക്കൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഈ ലോകത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള ഈ പറ്റിക്കലും വഞ്ചിക്കലും എല്ലാം പാടില്ല എന്നത് കൊണ്ടായിരിക്കും. അതായത് ഒരുപാട് പൈസ ഇതിൻ്റെ പിറകിൽ ആളുകൾ കളയുന്നുണ്ട്. അതൊന്നും പാടില്ലാത്തത് കൊണ്ടായിരിക്കും. അത് പക്ഷേ അദ്ദേഹം എൻ്റെ ഒരു നിയോഗം പോലെ ഇതിനെല്ലാം നിയമിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ആർക്ക് വേണോ എന്ത് വേണോ ചോദിക്കാം, എന്നെ വിളിക്കാം, എൻ്റെ നമ്പർ ഞാൻ തരാം. എന്നെക്കൊണ്ട് അധികം കണക്റ്റ് ആവുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു, അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് അതെല്ലാവർക്കും നന്മ വരട്ടെ എന്നൊരു ഇതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം എന്നെക്കൊണ്ട് എനിക്ക് ഒരു നിയോഗം നൽകിയിരിക്കും. ആ നിയോഗം ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. അതുകൊണ്ട് ആർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കുക, നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. അദ്ദേഹം ഒരുപാട് പേർക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിലൂടെയും അല്ലാതെയും അദ്ദേഹം ഡയറക്റ്റായി പോയും പല കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ ലോകത്ത് നന്മ വരാൻ വേണ്ടി അതിലൊരാളാവാൻ കഴിഞ്ഞ എനിക്ക് വളരെയധികം സന്തോഷം. മഹാനായ ശിവയോഗീശ്വരൻ്റെ ചൈതന്യം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് അത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു 500 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൽ അംഗമാവാൻ താല്പര്യമുള്ളവർ പറയുക, അവരെ അംഗീകരിക്കുക, അവരെ നമ്മൾ ആടാക്കുന്നത്. ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ. പത്താം തീയതി ശമ്പാലയുടെ കല്ലെടുത്ത ചടങ്ങിന് ഞാൻ ക്ഷണിക്കാൻ വേണ്ടി പോകുന്ന വ്യക്തി ഈ ഗുരുജി വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശിവയോഗീശ്വരൻ്റെ നിയോഗപ്രകാരമായിരിക്കും ഇദ്ദേഹത്തെ വിളിക്കുന്നത്. എന്തായാലും വരാൻ കഴിയുന്നവരെല്ലാം 10-ാം തീയതി ശമ്പാലയിലേക്ക് വരിക. ആ മഹത്തായ കർമ്മത്തിൽ നിങ്ങളും പങ്കുചേരുക. നിങ്ങൾക്കും അതിനുള്ള പുണ്യം ലഭിക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന മഹാനായ ശിവയോഗീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ നമഃ.